നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് പൈത്തണിലെ ഡേറ്റ ടൈപ്പുകളെ കുറിച്ചാണ്. ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മുടെ ആ ഡേറ്റയുടെ തരം എന്തുവാണെന്നുള്ളതാണ് ഡേറ്റ ടൈപ്പ്. അതായത് ഡേറ്റയുടെ ടൈപ്പ് എന്താണ്. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഡേറ്റയാണ് നമുക്ക് പൈത്തണിലുള്ളതെന്ന് നോക്കാം. പൈത്തൺ ഡേറ്റ ടൈപ്സിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡേറ്റ ടൈപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏറ്റവും ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സംഖ്യകളുടെ ഡേറ്റ ടൈപ്പ്. ഡേറ്റ ടൈപ്പ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പൈത്തൺ ഡൈനാമിക്കലി ടൈപ്ഡ് ആണ്. എന്താണ് ഡൈനാമിക്കലി ടൈപ്ഡ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിന് ഞാൻ 5 എന്ന് വാല്യൂ കൊടുത്തു. എന്നിട്ട് പ്രിൻറ്റിൻ്റെ അകത്ത് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് പൈത്തണിൻ്റെ അകത്ത്. ഈ ടൈപ്പ് ഫംഗ്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ആ വേരിയബിളിൻ്റെ പേര് കൊടുത്താൽ ആ വേരിയബിൾ ഏത് ഡേറ്റ ടൈപ്പാണെന്നുള്ളത് പൈത്തൺ നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ ഈ നം എന്ന് പറയുന്ന വേരിയബിളിന് നമ്മൾ 5 എന്നാണ് വാല്യൂ കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ പ്രിൻറ്റ് ടൈപ്പ് ഓഫ് നം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താ പൈത്തൺ നമുക്ക് തരുന്നതെന്ന് നോക്കാം. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്ലാസ് ഇൻറ്റ് എന്നാണ്. ക്ലാസ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ പൈത്തൺ ഡേറ്റ ടൈപ്പുകളെയും എല്ലാത്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ക്ലാസ് വെച്ചിട്ടാണ്. ക്ലാസ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതൊരു ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്. ഇതൊരു എന്ത് ഡേറ്റ ടൈപ്പാണ്? ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്. പൈത്തൺ ഇതിനെ മനസ്സിലാക്കിയത് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ആയിട്ടാണ്. ഇവിടെ നമുക്കറിയാം, നമ്മൾ ഈ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മൾ ഈ വേരിയബിളിൻ്റെ ടൈപ്പ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇപ്പം വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഇൻറ്റ്, അത് കഴിഞ്ഞ് നമ്മ്, അത് കഴിഞ്ഞിട്ട് വാല്യൂ, അതായത് ഡേറ്റ ടൈപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ പൈത്തണിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം പൈത്തണിൽ ഡേറ്റ ടൈപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. പൈത്തൺ എന്ന് പറയുന്നത് ഇച്ചിരി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. പൈത്തൺ നമ്മൾ ആ വേരിയബിളിലേക്ക് കൊടുക്കുന്ന വാല്യൂ, ആ വാല്യൂയുടെ ടൈപ്പ് തന്നെ മനസ്സിലാക്കും. പൈത്തൺ നമ്മുടെ വേരിയബിളിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ, ആ വാല്യൂയുടെ ടൈപ്പ് തന്നെ മനസ്സിലാക്കിയിട്ട് ആ വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് തീരുമാനിക്കും. ഇതാണ് ഡൈനാമിക്കലി ടൈപ്പ്ഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വേരിയബിളിലേക്ക് എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത് ആ വാല്യൂയുടെ ഡേറ്റ ടൈപ്പ് തന്നെ മനസ്സിലാക്കിയിട്ട് ആ ഡേറ്റ ടൈപ്പ് ആയിരിക്കും ഈ വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ്. അതാണ് ഡൈനാമിക്കലി ടൈപ്പ്ഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രിൻറ്റ് ടൈപ്പ് ഓഫ് നമ്മ് കൊടുത്തപ്പോൾ നമുക്ക് ക്ലാസ് ഇൻറ്റ് എന്ന് കിട്ടിയത്. അപ്പം ആദ്യത്തെ ഡേറ്റ ടൈപ്പ് എന്തുവാ പൈത്തണിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചത്? ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ്. ഇനി അടുത്തത് നോക്കാം. നമുക്ക് നം2 ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ കൊടുക്കാം. ഫ്ലോട്ടിംഗ് പോയിൻ്റ് അറിയാമല്ലോ, ഈ പോയിൻ്റ് ഡെസിമൽ പോയിൻ്റ് വരുന്നതിനാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ കൊടുക്കുന്നത്. ഇതിന് നമുക്ക് പ്രിൻറ്റ് ഇതേപോലെ തന്നെ ടൈപ്പ് ഓഫ് നം2 പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലാസ് ഫ്ലോട്ടാണ്. അതായത് നം2 എന്ന് പറയുന്നത് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പാണ്. കാരണം നമ്മൾ അസൈൻ ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പാണ്. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിൻ്റ് വരുന്നത്. അപ്പം ആദ്യത്തെ ഡേറ്റ ടൈപ്പാണ് ഇൻറ്റിജർ പൈത്തണിൻ്റെ അകത്തുള്ളത്. രണ്ടാമത്തെ ഡേറ്റ ടൈപ്പാണ് ഫ്ലോട്ട്. ഇതാണ് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ്. അപ്പം നം2 എന്ന് പറയുന്നത് ഇപ്പം ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വേരിയബിളാണ്. അപ്പോൾ 2 ഡേറ്റ ടൈപ്പ് നമ്മൾ പഠിച്ചു, ഇൻറ്റിജറും ഫ്ലോട്ടും. ഇൻറ്റിജർ എന്ന് പറയുമ്പം വെറും ഈ പോയിൻ്റ് ഇല്ലാത്ത സംഖ്യകളാണ് ഇൻറ്റിജർ. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റുള്ള ഡെസിമൽ പോയിൻ്റുള്ള സംഖ്യകളാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസ്. അടുത്ത നമുക്കൊരു ഡേറ്റ ടൈപ്പ് പഠിക്കാം. നെയിം എന്ന് പറഞ്ഞിട്ട് നെയിം2 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ പേര് കൊടുക്കുന്നു. എൻ്റെ പേര് ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. കോഡ്സിൻ്റെ അകത്ത്, സിംഗിൾ കോഡ്സിൻ്റെ അകത്ത് സ്ട്രിങ് വാല്യൂ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് പൈത്തൺ ഒരു സ്ട്രിങ് ഡേറ്റ ടൈപ്പ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു സ്ട്രിങ് വേരിയബിളാണ്. അത് നമുക്ക് അതിൻ്റെ ടൈപ്പ് പ്രിൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പ്രിൻറ്റ് ടൈപ്പ് ഓഫ് നെയിം2യുടെ ടൈപ്പ് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് നോക്കുമ്പം ഇവിടെ കിട്ടുന്നത് ക്ലാസ് str ആണ്. അതായത് നെയിം2 എന്ന് പറയുന്നത് സ്ട്രിങ് ഡേറ്റ ടൈപ്പാണ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഡേറ്റയാണ് സ്ട്രിങ്. പിന്നെ അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ
സിംഗിൾ കോട്ട്സിൻ്റെ അകത്തോ ഡബിൾ കോട്ട്സിൻ്റെ അകത്തോ ആയിരിക്കും സ്ട്രിങ് കൊടുക്കുന്നത്. സ്ട്രിങ്ങിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോകളിൽ പഠിക്കാം. ഓരോ ഡേറ്റ ടൈപ്പിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോകളിൽ പഠിക്കാം. ഈ സിംഗിൾ കോട്ടോ അല്ലെങ്കിൽ ഡബിൾ കോട്ടോ കൊടുക്കാം. ഡബിൾ കോട്ട്സിൻ്റെ അകത്തോ സിംഗിൾ കോട്ട്സിൻ്റെ അകത്തോ എന്ത് കൊടുത്താലും അതിനെ പൈത്തൺ സ്ട്രിങ് ഡേറ്റ ടൈപ്പായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ ഡേറ്റ ടൈപ്പാണ് സ്ട്രിങ് ഡേറ്റ ടൈപ്പ്. അതായത് ക്യാരക്ടർ ഡേറ്റ. ക്യാരക്ടേഴ്സ് മാത്രമല്ല, നിങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ, ഇതിപ്പോൾ മാറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് വെറും നമ്പർ മാത്രമാണ് കൊടുക്കുന്നതെങ്കിലും അപ്പോഴും ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത് ക്ലാസ് str തന്നെയായിരിക്കും. അതായത് സിംഗിൾ കോട്ട്സിൻ്റെ അകത്തോ ഡബിൾ കോട്ട്സിൻ്റെ അകത്തോ എന്ത് വാല്യൂ കൊടുത്താലും പൈത്തൺ അത് കൺസിഡർ ചെയ്യുന്നത് സ്ട്രിങ് ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 ഡേറ്റ ടൈപ്പ് നോക്കി: ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ്. അടുത്ത നമുക്ക് ഡേറ്റ ടൈപ്പ് നോക്കാം. അടുത്ത നമുക്ക് ഫ്ലാഗ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഞാൻ വാല്യൂ കൊടുക്കുകയാണ് ട്രൂ എന്ന് വാല്യൂ കൊടുക്കുന്നു. അതായത് ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് ആണ് പൈത്തണിൽ ബൂളിയൻ എന്ന് പറയുന്നത്. ബൂളിയൻ പൈത്തണിൽ മാത്രമല്ല, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണേലും മാത്തമാറ്റിക്സിലാണേലും നമ്മൾ ട്രൂ ഓർ ഫോൾസ് വാല്യൂകൾക്കാണ് ബൂളിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ബൂളിയൻ ഡേറ്റ ടൈപ്പും പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടൈപ്പ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ടൈപ്പ് ഓഫ് ഫ്ലാഗ്, അത് ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കാണാം, ക്ലാസ് ബൂൾ എന്നാണ് വന്നേക്കുന്നത്. അതിനർത്ഥം ഈ ഫ്ലാഗ് ഒരു ബൂളിയൻ ഡേറ്റ ടൈപ്പാണ്. ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആണ് ബൂളിയൻ. ഇത് മാറ്റി ഫോൾസ് കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് സെയിം ഔട്ട്പുട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന 4ാമത്തെ ഡേറ്റ ടൈപ്പാണ് ബൂളിയൻ ഡേറ്റ ടൈപ്പ്. ബൂളിയൻ ഡേറ്റ ടൈപ്പ്: ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂളിയൻ. ഇപ്പോൾ 4 ഡേറ്റ ടൈപ്പ് നമ്മൾ പഠിച്ചു. ഇനി പൈത്തണിൻ്റേതായിട്ടുള്ള ഞാൻ തന്നെ കണ്ടുപിടിച്ച ഭാവങ്ങൾ എന്ന് പറയുന്ന പോലെ പൈത്തണിൻ്റേതായിട്ടുള്ള ഡേറ്റ ടൈപ്പുകളുണ്ട്. ഇതൊക്കെ ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ്ങും ബൂളിയനും ഒക്കെ. പൈത്തണിൻ്റേതായിട്ടുള്ളതിൽ വരുന്ന കാര്യങ്ങളാണ് നമുക്കിനി നോക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ആദ്യമാണ് ലിസ്റ്റ്. ഞാൻ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടാക്കി കാണിച്ചു തരാം. ഈ ലിസ്റ്റിൻ്റെ അകത്ത് 2 എലമെൻറ്റ് കൊടുക്കുന്നു, ആപ്പിളും മാങ്കോയും. ഈ ലിസ്റ്റ് എന്താ, ഇതിൻ്റെ സംഭവം എന്തുവാന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ലിസ്റ്റിൻ്റെ നമുക്ക് ടൈപ്പ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ്. ഇങ്ങനെയാണ് നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എലമെൻറ്റ്സ് കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കുക. ഇത് നമ്മൾ റൺ ചെയ്യുമ്പം ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ക്ലാസ് ലിസ്റ്റാണ്. അതായത് ഇതൊരു ലിസ്റ്റ് ഡേറ്റ ടൈപ്പാണ്. ഇപ്പം നിങ്ങൾ ഇങ്ങനൊരു ഡേറ്റ ടൈപ്പ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ മതി. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ഡേറ്റ ടൈപ്പ് പഠിച്ചു, ലിസ്റ്റ്. ഇനി അടുത്ത ഡേറ്റ ടൈപ്പ് നമുക്ക് നോക്കാം. ഞാൻ പ്ലേസസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു: സിറ്റി എന്ന് പറഞ്ഞൊരു കീ കൊടുത്തിട്ട് അവിടെ ഞാൻ ആലപ്പുഴ എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കുന്നു. കർലി ബ്രേസിൻ്റെ അകത്ത് ഇങ്ങനൊരു കീ വാല്യൂ പെയർ ഫോർമാറ്റിൽ ഞാനൊരു സംഭവം എഴുതുന്നു. ഇതിനാണ് പറയുന്നത് ഡിക്ഷണറി എന്ന് പറയുന്നത്. ഇതിന് പൈത്തണിൽ ഡിക്ഷണറി എന്നാണ് പറയുന്നത്. നമുക്ക് ആ പ്ലേസസിൻ്റെ ടൈപ്പ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്കറിയാൻ പറ്റും അത് ഡിക്റ്റ് എന്ന് വരും. അതായത് പൈത്തണിലെ ഒരു ഡേറ്റ ടൈപ്പും ഡേറ്റ സ്ട്രക്ചറും കൂടിയാണ് ഈ ലിസ്റ്റും ഡിക്ഷണറി എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന 2 കാര്യങ്ങളാണ് ലിസ്റ്റും ഡിക്ഷണറിയും. അപ്പം ഇത് ഡിക്ഷണറി ആണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റ ടൈപ്പ് ഉണ്ടെന്ന് മാത്രം പഠിച്ചു വയ്ക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പം ഏകദേശം 6 ഡേറ്റ ടൈപ്പ് നോക്കി. അടുത്ത ഡേറ്റ ടൈപ്പ് നമുക്ക് നോക്കാം. അതിനു വേണ്ടി നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ആ വേരിയബിളിനെ ഞാൻ എന്താ പറയുക, നെയിംസ് എന്ന് പറഞ്ഞ് തൽക്കാലം കൊടുക്കുകയാണ്. ഓക്കെ. ഇതിനെ പറയുന്നത് ടപ്പിൾ എന്നാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇങ്ങനെ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കുന്നതാണ് ടപ്പിൾ. പ്രിൻ്റ് നമുക്ക് ടൈപ്പ് ഓഫ് നെയിംസ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ശ്രദ്ധിച്ചോണം. ഔട്ട്പുട്ടിൻ്റെ അകത്ത് ക്ലാസ് ടപ്പിൾ എന്ന് വരും. ഇതൊരു പൈത്തണിലെ ഡേറ്റ ടൈപ്പാണ്. അപ്പം ഡിക്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ടപ്പിൾ എന്ന് പറഞ്ഞൊരു ഡേറ്റ ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി.
ഈ ഡേറ്റ ടൈപ്പിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പം റിയൽ ലൈഫിൽ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ, ഒരു വ്യക്തിയുടെ സ്വഭാവം ടൈപ്പ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അവരോട് തിരിച്ച് പെരുമാറുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ ഈ ഡേറ്റയുടെ ടൈപ്പ് വെച്ചിട്ടാണ് നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓരോരോ സപ്പോർട്ട് തരുന്നത്. ഇപ്പം സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ്, അപ്പോൾ ആ സ്ട്രിങ് ഡേറ്റ ടൈപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ഫങ്ഷനുകൾ പൈത്തൺ തരും. ഇപ്പോൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ്, ആ ഡേറ്റ ടൈപ്പിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ഫങ്ഷനുകൾ തരും. അതായത് ഈ ലിസ്റ്റിലേക്ക് ഡേറ്റ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും. അതേപോലെ ഡിക്ഷണറി എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിലേക്ക് ഡേറ്റ എങ്ങനെ ആഡ് ചെയ്യണം ഡിലീറ്റ് ചെയ്യണം എന്നുള്ള ഫങ്ഷനുകൾ നമ്മുടെ അതായത് ടെക്നിക്കുകൾ പൈത്തൺ തരും. അപ്പോൾ ഡേറ്റ ടൈപ്പ് നോക്കിയിട്ടാണ്, ഒന്നാമത്തെ കാര്യം ഡേറ്റ ടൈപ്പ് നോക്കിയിട്ടാണ് ആ ഡേറ്റ ടൈപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫങ്ഷനുകളും കാര്യങ്ങളും നമുക്ക് തരുന്നത്. അതേപോലെ തന്നെ ഡേറ്റ ടൈപ്പ് നോക്കിയിട്ട് തന്നെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഡീപ്പായിട്ട് നമ്മൾ അതിലോട്ടൊന്നും പോകണ്ട, ജസ്റ്റ് എന്തൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളൊരു ഡേറ്റ ടൈപ്പാണ്, നമുക്കതിനെ സാമ്പിൾ എന്ന് വിളിക്കുക, ഒരു വേരിയബിൾ സെറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ്. ഇതെന്താണെന്നറിയാമോ? മാത്തമാറ്റിക്സിൽ നിങ്ങൾ സെറ്റ് പഠിച്ചിട്ടുണ്ടോ? +1 +2 അല്ലെങ്കിൽ കോളേജിൽ മാത്തമാറ്റിക്സിൽ സെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, സെറ്റ് യൂണിയൻ ഇൻ്റർസെക്ഷൻ എന്നൊക്കെ പറഞ്ഞ്, ആ സെറ്റ് തന്നെയാണിത് ആക്ച്വലി. പ്രിൻ്റ് ടൈപ്പ് ഓഫ് സാമ്പിൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ ആ യൂണിയൻ ഇൻ്റർസെക്ഷനൊക്കെ ചെയ്യില്ലേ, അതൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്ന സെറ്റാണ്. അപ്പം ബേസിക്കായിട്ട് ഒരു പൈത്തൺ ഡെവലപ്പർ അറിഞ്ഞിരിക്കേണ്ട ഡേറ്റ ടൈപ്പുകൾ ഇത്രയും ഡേറ്റ ടൈപ്പുകൾ പൈത്തണിലുണ്ട് എന്നറിയാമെങ്കിൽ നിങ്ങൾക്ക് പക്കായിട്ടൊരു പൈത്തൺ ഡെവലപ്പർ ആകാൻ പറ്റും, പൈത്തൺ നല്ലോണം പഠിച്ചു പോകാൻ പറ്റും. ഇത്രയും ഡേറ്റ ടൈപ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇതിനെക്കാട്ടിലും കൂടുതൽ കുറച്ചുണ്ട്, പക്ഷെ അതൊന്നും അത്ര നമുക്ക് ജോലിയിൽ ഉപയോഗപ്പെടുന്ന കാര്യങ്ങളല്ല. ഇത്രയാണ്: ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂളിയൻ, ലിസ്റ്റ്, ഡിക്ഷണറി, ടപ്പിള്, സെറ്റ്. ഇത്ര ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പക്കായിട്ട് നമ്മുടെ കാര്യം നടന്നു പോകും. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഡേറ്റ ടൈപ്പ് എന്താണ്, പൈത്തണിൽ എന്തൊക്കെ ഡേറ്റ ടൈപ്പ് ഉണ്ട്, പൈത്തൺ ഡൈനാമിക്കലി ടൈപ്ഡ് ആണ്, ഡേറ്റ ടൈപ്പിൻ്റെ വാല്യൂയുടെ ടൈപ്പ് അതായത് വേരിയബിളിന് നമ്മൾ എന്ത് വാല്യൂ ആണോ കൊടുത്തത് ആ വാല്യൂയുടെ ടൈപ്പ് മനസ്സിലാക്കിയിട്ടാണ് ആ വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് പൈത്തൺ തീരുമാനിക്കുന്നത്. അതാണ് ഡൈനാമിക്കലി ടൈപ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹലോ 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 ഹലോ